ആകാശം കാണുന്ന പോലെയാണ് ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ. അത് ആളുകൾ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന കാണാം. ഇത് കണ്ടോ, പച്ച കളറ്. എൻ്റെ പൊന്നെ, ഈ മരുഭൂമിയുടെ നടുവിൽ ഇങ്ങോട്ടൊക്കെ ജനവാസ മേഖല. ഹോട്ട് സ്പ്രിംഗ് സ്വിമ്മിംഗ് പൂൾ, സോഷോൺ വില്ലേജ്. ഒരു വണ്ടിയൊക്കെ കിടക്കുന്ന. ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന മാമത്ത് ബോൺസ് ആണ് കാണുന്നത്. എൻ്റെ പൊന്നെ, മാമത്തെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ആനയുടെ പോലെയുള്ള. ഇതൊക്കെ ഡെത്ത് വാലിയിൽ നിന്ന് നേച്ചറിനെയൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ. ഇവിടെ കണ്ടോ, വലിയ മരങ്ങൾ ഇങ്ങനെ വെട്ടി സർവീസ്. ഇനി നമുക്കിതുപോലെ ഷോപ്പുകളൊക്കെ കിട്ടണമെങ്കിൽ 72 മൈൽ കഴിഞ്ഞപ്പോൾ തന്നെ ഡെത്ത് വാലി നാഷണൽ പാർക്കിൻ്റെ ഒരു ബോർഡ് ഇവിടെ കാണാം. നമുക്ക് ഇവിടെ റോഷനി ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കൊള്ളാം, അടിപൊളി. ലെഫ്റ്റ് സൈഡിൽ വലിയ മലനിരകൾ, പിന്നെ നടുക്ക് കുറേ സ്പേസ്. അതിലൂടെയാണ് നമ്മുടെ റോഡ് പോകുന്നത്. പിന്നെ ചെറിയ പോയിൻ്റാണ് ഗ്യാസ് കുറവുള്ളൂ, എന്നാലും അടിച്ചിട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നത്. കാരണം നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു വ്യത്യാസമാണെങ്കിലും നമുക്കൊരു ഗ്യാസൊന്നും ഇല്ലാത്ത ഏരിയയിലേക്ക് അതൊരു വലിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മാറിയാലോ. അങ്ങനെ നമ്മൾ ഗ്യാസ് അടിച്ച് കഴിഞ്ഞു. ബേക്കറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. 2 മണിക്കൂറാണ് കാണിക്കുന്നത്. 112 മൈൽ പോകാനുണ്ട് ഇവിടുന്ന് കേട്ടോ. നമ്മളങ്ങനെ അവിടുത്തെ ഫ്രീ വേ 15 നിന്ന് 127 എന്നാണ് ഈ റോഡിൻ്റെ പേര് കേട്ടോ. 127ലേക്ക് കടന്നു. ഇനി ഇങ്ങനത്തെ ചെറിയ റോഡാണ് നമുക്ക് ഏകദേശം 112 മൈൽ പോകേണ്ടത്. ഇങ്ങോട്ടേക്കൊക്കെ ബേക്കറിൽ വീടുകളുണ്ട് കേട്ടോ, ചെറിയ വീടുകൾ. ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, നെക്സ്റ്റ് സർവീസസ് 57 മൈലിന്. അപ്പോൾ 57 മൈൽ കഴിഞ്ഞിട്ടാണ് നമുക്കിനി എന്തെങ്കിലും ഒരു വാങ്ങാനോ ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാവുള്ളൂ. അപ്പം അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. കണ്ടില്ലേ, പനമരങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണതല്ലേ. ചെറിയൊരു കുളം പോലെയുണ്ട് കേട്ടോ അതിൽ. പിന്നെ ഓൾഡ് വണ്ടികൾ, ശരിക്കും ഒരു മരുഭൂമിയുടെ ആ ഒരു എല്ലാ ലുക്കും ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഷോഷോൺ ജംഗ്ഷനാണെന്ന് തോന്നുന്നുണ്ട് 54 ഡെത്ത് വാലി. അപ്പോൾ അതായിരിക്കും നമ്മളിപ്പോൾ ഈ പറയുന്ന അടുത്ത സ്റ്റോപ്പ്. ഷോഷോൺ എന്ന് പറയുന്ന ടൗണാണ് ഡെത്ത് വാലിനോട് ഏറ്റവും അടുത്തുള്ള ഒരു സിറ്റി. അധികം വലിയ സിറ്റി അല്ല നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ, എന്നാലും അത്യാവശ്യം സൗകര്യങ്ങളുള്ളൊരു സിറ്റിയാണ് ഷോഷോൺ. BT എന്ന് പറയുന്നൊരു സിറ്റിയാണ് പിന്നെ അടുത്ത് വരുന്ന ടൗണ്. നമുക്കിവിടെ ഒരു ബോർഡ് കാണാം, യുവർ പബ്ലിക് ലാൻഡ്സ്. നമ്മുടെ പബ്ലിക് ലാൻഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ്. അപ്പോൾ അതൊന്നും നശിപ്പിക്കരുതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. വിശാലമായിട്ട് കിടക്കുന്നുണ്ടോ. നമ്മൾ മാമത്ത് ലേക്കിൽ പോയപ്പോൾ 2 സൈഡിലും സ്നോ കണ്ട പോലെ ഇവിടെ 2 സൈഡിലും മരുഭൂമി വിശാലമായിട്ട് കിടക്കുന്നു. നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് 1 മണിക്കൂർ ആയിട്ടില്ല, ആവുന്നുള്ളൂ. ഒരു ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുത്തിങ്ങ് വരുമ്പോൾ ഈ വലിയ മരുഭൂമിയുടെ ഇടയിൽ ചെറിയൊരു ഗ്രാമം പോലെയുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പം നമ്മൾ ഈ വണ്ടിയിൽ സ്പീഡിൽ വരുന്നതുകൊണ്ട് കുറച്ച് ഭംഗിയുള്ള ഭൂപ്രകൃതികളുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതാ നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്ന ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഒരു ഓൾഡ് ചർച്ച്, അതിൻ്റെ ഒരു ബോർഡ് നമുക്കിവിടെ കാണാം. നമ്മളൊരു വെള്ളം മറിഞ്ഞു പോയി, കുറച്ച് സ്ഥലത്ത് വെള്ളം സ്പ്രെഡായി. അപ്പോൾ തുണിയൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടേക്കുവാണ് ഇപ്പം. അതായത് നോക്കി, കാറൊക്കെ പോകുന്നുണ്ടോ. ഒരു ഭയങ്കര ഓൾഡായിട്ടുള്ളൊരു ഏരിയ. ഇവിടുന്ന് 2 മൈൽ പോയിട്ടാ. അത് ഐക്കോപ്പിയ എന്നാണ് തോന്നുന്നു ഹോട്ട് സ്പ്രിങ്സിൻ്റെ പേര്. നമുക്ക് പുതിയ സ്ഥലത്തുള്ള ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. ഇതുണ്ടോ, ഇത് രസമല്ലേ. ഒരു നമ്മുടെ നാട്ടിലൊരു ടൗണിലൊരു മരമൊക്കെ നിൽക്കും. തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചിട്ട് ബാഡ് വാട്ടർ ബേസിൻ വരെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോരുന്ന വഴിക്ക് നമ്മൾ നിർത്തി കാണിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. പോരുന്ന വഴിക്ക് നമ്മൾ 2-3-4 ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ലോക്കൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അധികം ആളുകൾ പോവാത്ത. ഇപ്പോൾ നമ്മൾ ഈ പോകുന്നതൊന്നും സാധാരണ ട്രിപ്പ് വരുന്നവർ പോകാൻ സാധ്യത കുറവാണ്. നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത്. പക്ഷേ എങ്കിലും നമ്മളും ഒഴിവാക്കുന്ന ചെറിയ ലോക്കൽ ഏരിയകളുണ്ട്. നമ്മളിപ്പോൾ വരുമ്പോൾ ഈ പറയുന്ന പോലെയുള്ള ഇത് നോക്കി, ഈ മരുഭൂമിയുടെ നടുക്കൊരു വെള്ളം കിടക്കുന്നതൊക്കെ എന്താ അല്ലേ. ഇതുണ്ട്, ഇതുപോലെ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലാണ് കേട്ടോ. അതൊക്കെയാണ് ഒരു ഭംഗി. പക്ഷേ ഇവിടെയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് മഴ കിട്ടാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ഇതൊക്കെ പല കളറിലുള്ള ഒരു ഇത് കണ്ടോ, പച്ച കളറ്. എന്ത് ഭംഗിയാണല്ലേ.
ഒരു അത്ഭുതമാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോരുന്ന വഴിക്ക് പല ഷേപ്പിലുള്ള മലകളുണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിരുന്നു. നമുക്ക് ഇനിയും അതുപോലത്തെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളതൊന്നും നിർത്തിയെടുത്തില്ല. പക്ഷെ എൻ്റെ പൊന്നെ, ഈ മരുഭൂമിയുടെ നടുവിൽ ഇങ്ങോട്ടൊക്കെ ജനവാസ മേഖലയാണ് കേട്ടോ. എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമല്ലേ ഇതൊക്കെ? ഇതൊക്കെ മറ്റേ പനമരം നിൽക്കുന്നതൊക്കെ കാലിഫോർണിയയുടെ മെയിൻ ഒരു അടയാളമാണ് ഈ ഒരു പനമരങ്ങൾ. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉള്ള ഇതൊരു ഓൾഡ് സ്പാനിഷ് ട്രെയിലാണെന്നാണ് കേട്ടോ പറയുന്നത് ഇങ്ങോട്ടേക്ക്. ഇതൊക്കെ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നു. വലിയ സിറ്റി അല്ലത്. അവിടെ ഒരു വെള്ളമുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്ത് ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ടല്ലോ. ടെക്കോപ്പ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ടെക്കോപ്പ ഹോട്ട് സ്പ്രിങ്സ് ക്യാമ്പ് സൈറ്റ്. ഒരുപാട് വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളി ഒരു ക്യാമ്പ് ഗ്രൗണ്ട് ഉള്ള ഏരിയ കേട്ടോ. കമ്മ്യൂണിറ്റി സെൻറ്റർ. നമ്മൾ പോകുന്ന ഫ്രീ വേ അതിലെ സ്ട്രെയിറ്റ് അതിലെ പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറിയതാണ്. എന്തായാലും എനിക്കിഷ്ടമായി ഈ ഒരു ടെക്കോപ്പ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇന്യോ കൗണ്ടി ലൈബ്രറി എന്നാന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയാണ്. അടിപൊളി അല്ലേ? ഒരു വിജനമായ ഒരു ഏരിയയിലെ ഒരു ചെറിയൊരു ആളനക്കം. ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം ടൂറിസ്റ്റുകളാണ്. ശരിയാണ്. ക്യാമ്പ് ഗ്രൗണ്ട് ഹോട്ട് സ്പ്രിങ്സ്. ഇത് ആളുകൾ കുളിച്ചിട്ടൊക്കെ വരുന്ന നോക്കി. ഓഫീസുണ്ട്, വെൽക്കം പൂൾ എൻട്രൻസ് ഉണ്ട്. ടെക്കോപ്പ ഹോട്ട് സ്പ്രിങ്സ് ക്യാമ്പ് ഗ്രൗണ്ട്. അതാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആ മലയുടെ മുകളിലൂടെ ആളുകൾ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ ക്യാമ്പ് ഗ്രൗണ്ട് ഇയർ അറൗണ്ട് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഹോട്ട് സ്പ്രിങ് ഉണ്ട്. നോക്കിയാൽ നമുക്ക് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയും അവർക്ക്. അപ്പോൾ ഇതിൽ ഒരാൾക്ക് ജസ്റ്റ് ഇവിടെ കയറി അകത്ത് കയറി കാണാനാണെങ്കിൽ ഒരാൾക്ക് $10. പിന്നെ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ റേറ്റ് ചോദിച്ചില്ല. പക്ഷേ ഇവിടെയൊക്കെ വന്ന് ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്ന് പുള്ളി പറഞ്ഞു. എത്രയോ വണ്ടികളാണ് വന്നിരിക്കുന്നതെന്നറിയോ. നമുക്ക് ഇത്രയും ഒരു ആളുകൾ വരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും കേട്ടോ. ക്യാമ്പ് ചെയ്യുന്നവരാണ് കൂടുതൽ ഇങ്ങോട്ടേക്ക്. ഉണ്ടല്ലേ, ഒരു പച്ചപ്പും പിന്നെ ഒരു മരുഭൂമിയുടെ സ്റ്റൈലും ഒക്കെ ആയിട്ട്. ഇതൊക്കെ ചൈനക്കാരികൾ ഇതിൽ ഓടുന്നുണ്ടല്ലോ. കുറച്ച് ചൈനക്കാരല്ലാതെയും കണ്ടായിരുന്നല്ലോ. ഇതവിടെ ഒരു വീട്. ഇങ്ങോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഹോട്ട് സ്പ്രിംഗ് സ്വിമ്മിംഗ് പൂൾ, ഐസ് ഫോർ സെയിൽ, ഡേ പാസ് 25, മിനറൽ പൂൾസ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെയുള്ളതാണ്ടത് വെള്ളം ഇവിടെയൊക്കെ താഴെ കിടക്കുന്ന കാണാം. ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ചൂടുവെള്ളം ഇങ്ങനെ താഴെ നിന്ന് വരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാവരും ഈ കുളിച്ചിട്ട് തോർത്തൊക്കെ ആയിട്ട് പോകുന്ന ആളുകളെയാണോ കൂടുതൽ കാണുന്നത്. ഈ വൈറ്റ് കാണുന്നതൊക്കെ സാൾട്ടാണ് കേട്ടോ, ഉപ്പ് കിടക്കുന്നതാണ്. അതെ, അവിടെ ആളുകൾ കുളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ലേക്ക് കാണാൻ നിർത്താമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. പക്ഷേ പോരുന്ന വഴിക്ക് വീണ്ടും നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുകയാണ് കേട്ടോ ഈ വഴി വന്നിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഏതായാലും നമ്മൾ വന്നുകൊണ്ടിരുന്ന ഫ്രീ വേയിലേക്ക് കയറുന്നതായിട്ട് കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കയറിയത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം, ബേക്കർ 51 മൈൽ. അപ്പോൾ ഒരു ബേക്കറിയിൽ നിന്ന് നമ്മൾ 50 മൈൽ വന്നപ്പോഴാണ് ഈ പറഞ്ഞ ആ ഒരു ഹോട്ട് സ്പ്രിങ്സ് ഉള്ള ഏരിയ കേട്ടോ. ഇനിയിപ്പോൾ സോഷോൺ ഇവിടുന്ന് 5 മൈലുള്ളൂ. ഇതിൽ സൈക്കിൾ ചെയ്യുന്ന ടീമുകളുണ്ട് കേട്ടോ. മിക്കവാറും അവിടെ ക്യാമ്പ് ചെയ്യുന്നവരായിരിക്കും ഇവിടെ സൈക്കിൾ ചെയ്ത് പോകുന്നത്. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ നിരപ്പായ ഭൂമിയിലൂടെ വെളുത്ത് കിടക്കുന്നതാണ്. വീണ്ടും ഉടനെ തന്നെ ഇതുപോലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ വന്നു കേട്ടോ. ഇത് മിക്കവാറും സോഷോൺ എന്ന് പറയുന്ന സ്ഥലമായിരിക്കും കേട്ടോ. അതൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ, മാർക്കറ്റ്. അടിപൊളിയല്ലേ, ചെറിയൊരു സിറ്റി, ഒരു ലിക്കർ സ്റ്റോർ, സുവനീഴ്സൊക്കെ കിട്ടുന്ന സ്ഥലം. ഷെവ്രോണിൻ്റെ ഒരു ഗ്യാസ് സ്റ്റേഷനും ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി ഗ്യാസ് സ്റ്റേഷൻ, എക്കോ സെൻറ്റർ, വിസിറ്റർ സെൻറ്റർ, ദ ഫേമസ് കൗ ബാർ. സോഷോണാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, സോഷോൺ കാലിഫോർണിയ.
ഇനിയോ കൗണ്ടിയാണ്. ഇനിയോ കൗണ്ടി ഷെരീഫിൻ്റെ ഓഫീസാണ്. പോലീസാണ് ഷെരീഫ് എന്ന് പറയുമ്പോൾ. ഇവിടെ സോഷോണിൽ ഇലക്ട്രിക് കാർ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ട്. എല്ലാ വണ്ടി ചാർജ് ചെയ്യാനായിട്ടിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു സ്റ്റോപ്പാണ് അപ്പോൾ കേട്ടോ. സോഷോൺ വില്ലേജ്. നമുക്കിവിടുത്തെ വിസിറ്റർ സെൻ്റർ ഉണ്ട്, അവിടെ നിന്ന് കയറി വെക്കാം. ബൈക്കിലൊക്കെ ആളുകൾ വന്നിരിക്കുന്നു. നോക്കി 2 പേരാണ് വന്നിരിക്കുന്നത്. ഒരു വണ്ടിയൊക്കെ കിടക്കുന്നതൊക്കെ ഇവിടെ ഷെവിയുടെ പഴയ വണ്ടി അല്ലേ. പണ്ടത്തെ ഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അതായത് നോക്കി വിസിറ്റർ സെൻ്ററിൻ്റെ അകത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന കല്ലാണെന്ന് അറിയില്ല. ഇതൊക്കെ കാൽഷൈറ്റ് സ്പെസിമെൻസ്. അതെ കേട്ടോ, കാൽഷൈറ്റ് സ്പെസിമെൻസ് ആണ് ഇവിടെ. കാൽഷൈറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെയാണ് മെയിനായിട്ട്. ഇവിടെ അതാണ് കൂടുതൽ. ഡെത്ത് വാലിയിലുള്ള കയോട്ടികളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് പക്ഷികളുടെ ഡീറ്റെയിൽ. ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ആവും മിക്കവാറും. ഡെസേർട്ട് കോപ്പർ, ക്വാർട്സ് ഫാമിലി മിനറൽസ്, ഡെസേർട്ട് ടോർട്ടോയ്സ്. ഇവിടുത്തെ പുരാതനമായിട്ടുള്ള ലേക്ക് ടെക്കോപ്പ എന്ന് കിട്ടിയിരിക്കുന്ന മാമത്ത് ബോൺസാണ് കാണുന്നത്. ഷെൻറ്റാപ്പന്നി മാമത്ത് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ആനയുടെ പോലെയുള്ള വലിയ ജീവി. ഇതാണ് ഇതിൻ്റെ സ്കെലിറ്റൻ. ഇത് ഭയങ്കര അത്ഭുതം കേട്ടോ. ഈ മാമത്ത് എന്നുള്ള ജീവിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവർ വെറുതെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതായത് നോക്കിയാൽ അതിൻ്റെ ജോ ഓഫ് മാമത്ത് വിത്ത് 2 sets ഓഫ് മോളാഴ്സ് ഇറപ്റ്റിംഗ് ബിഹൈൻഡ് ഫസ്റ്റ് സെറ്റ്. ഒന്ന് അത് ആയിരിക്കും. പിന്നെ പാർഷ്യൽ മാമൂത്ത് ഉൾന. ഇവിടെയൊക്കെ ഇതുപോലെ ഭൂമി ഖനനം ചെയ്ത് ഇങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ ഇവർ കണ്ടുപിടിക്കും. ഇത് കണ്ട, അത് കണ്ടുപിടിച്ച ആളുകളാണ് കേട്ടോ ഇരിക്കുന്നത്. ഖനനം ചെയ്തെടുക്കുന്നുണ്ടോ. കാസ്റ്റ് ഓഫ് മസ്റ്റോഡോൺ ടൂത്ത്, അതിൻ്റെ പല്ലാണ് കേട്ടോ. ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ്. ഇതൊക്കെ ഡെത്ത് വാലിയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ദ ബില്ലി മൈൻ കോൾമാനൈറ്റ് ഡെത്ത് വാലി അവിടെ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതാ ഈ കാണുന്നതെല്ലാം ഇതൊക്കെ ഭയങ്കര ഒരു ഭംഗിയായിട്ടോ നേരിട്ട് കാണും. നല്ല എന്താ പറയുന്നത്, നല്ല ഗ്ലോയാണ്. പിന്നെ ഇതായിരിക്കുന്ന ഒരുപാട് സ്റ്റോൺസ് ഉണ്ട്. റോഷ്നീനെയൊക്കെ നമ്മൾ വിളിച്ചായിരുന്നു കാണാനായിട്ട്. അവർക്കൊന്നും വരാൻ താല്പര്യമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത്രയും ഭംഗിയാണെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. അവർ വണ്ടിയിലിരിക്കുകയാണ്. ഇങ്ങനെ നേച്ചറിനെയൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഡെത്ത് വാലി. ഈ ഏരിയയിൽ ഒരുപാട് മൈനുകളൊക്കെ ഉണ്ടായിരുന്നു. 1926 ഒരു മൈനിൻ്റെ ഫോട്ടോയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് മൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1940 ഒരു മൈൻ, ഗ്രസ്ലി മൈൻ. 1917 സ്കൂൾ ചിൽഡ്രൻ അറ്റ് ഡെത്ത് വാലി ജംഗ്ഷൻ ഓൺ ലഞ്ച് പോർച്ച്. ഇവിടെ ഒരുപാട് നാളുകളായിട്ട് ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഗസ്റ്റുകൾ ഭയങ്കര സൈലൻ്റായിട്ട്, നമുക്ക് അധികം ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ മൈനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൂളറാണ് കേട്ടോ അത്. പിന്നെ അത്യാവശ്യം നമുക്ക് ഇവിടുത്തെ ഗൈഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതിന് പൈസയുണ്ട് കേട്ടോ. ഫ്രീ ആയിട്ടുള്ളതുണ്ടോ എന്നറിയില്ല, നോക്കണം. അവിടെ പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് മറ്റേ ഇവിടുത്തെ മാപ്പ് വാങ്ങാൻ പറ്റും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. പക്ഷേ എന്തെങ്കിലും ഒരു ഡൊണേഷൻസ് നമ്മൾ കൊടുക്കണം നല്ലതാണ്. നമ്മളൊരു $2 കൊടുത്തു. അതല്ലാതെ അവിടെ മാപ്പുകളുണ്ട്, പല മാപ്പുകൾ നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ഒരു $9, $10, $16 ഇങ്ങനെയൊക്കെയാണ് റേറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയണത്, ഇവിടുത്തെ ആ ഒരു ഹിസ്റ്ററിയൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മുടെ കൂടെ വരുന്നവരും ഇങ്ങനെയുള്ള ഹിസ്റ്ററിയൊക്കെ
കാണാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ആണെങ്കിൽ കുറച്ചുകൂടി രസമായിരിക്കും. ഇവിടെ സോഷോൺ ഇന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം. ഇതുണ്ടല്ലേ, നമ്മൾ പറഞ്ഞു ഇവിടെ നിന്ന് ഈ റോഡ് സ്ട്രെയിറ്റ് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകും. അപ്പോഴാണ് ബാഡ് വാട്ടർ ബേസിൻ. എന്നിട്ട് ആ റോഡ് നേരെ വീണ്ടും ഫർണസ് ക്രീക്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഡെത്ത് വാലിയുടെ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ആസ്ഥാനമായിട്ട് എനിക്കിപ്പം നിലവിൽ മനസ്സിലാവുന്ന ഫർണസ് ക്രീക്കാണ് ഒരു ആസ്ഥാനം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയാലും ഡെത്ത് വാലി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ വഴി നമ്മൾ ഫർണസ് ക്രീക്കിലേക്ക് പോകും. അതല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് പോയിട്ട് ബാഡ് വാട്ടർ റോഡ് വഴി ബാഡ് വാട്ടറൊക്കെ വിസിറ്റ് ചെയ്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മൾ നേരെ ഫർണസ് ക്രീക്കിലേക്ക് പോകും. ഇത് 2 വഴി പോയാലും ഏകദേശം 1 മണിക്കൂറാണ് അങ്ങോട്ടേക്ക് എടുക്കുന്നത്. ഏകദേശം ഒരു 57 മൈൽ ദൂരം വരുന്നുണ്ട്. ഇത്രയും നേരം ഒറ്റ വണ്ടിയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ പമ്പിൽ എത്ര വണ്ടികളാണ് വന്ന് ഗ്യാസ് അടിക്കാൻ വന്ന് നിർത്തിയേക്കുന്നതെന്ന് നോക്കും. നല്ല വെയിലുണ്ട്. ഡെത്ത് വാലിയാണ്, ചൂടുള്ള സ്ഥലമാണ്. പക്ഷേ 11:45 നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ, അല്ലേ? ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ജാക്കറ്റ് ഇട്ടാൽ നല്ലതാണ്. ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, സ്വെറ്റർ. ഇപ്പോൾ ഇത് കംഫർട്ടബിളാണ്, വളരെ കംഫർട്ടബിളാണ്. കുട്ടീസ് ബാക്കിൽ പോയിട്ട് ഭയങ്കര അവിടെ എന്തെടുക്കുക? എന്താ പരിപാടി? കളിക്കണോ? ആണോ? ഭയങ്കര സ്പേസ് ആട്ടോ അത്. 1, 2, 3, 4ാമത്തെ റോയിലാണ് ഇവിടെ നിന്ന് അവരിയ്ക്കുന്നത്. നമ്മുടെ ഇരിക്കുന്ന സീറ്റ് വിടുവാണെങ്കിൽ 5ാമത്തെ റോയിലാണ്. ഇതാണ് നമുക്ക് കിട്ടിയ ഒരു മാപ്പ്. ഡെത്ത് വാലിയുടെ ഒരു ഡെഫിനേഷൻ ഹോട്ടസ്റ്റ്, ലോവസ്റ്റ്, ഡ്രൈയസ്റ്റ് എന്നാണ് കേട്ടോ. അവരുടെ സൈറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നാഷണൽ പാർക്കിൻ്റെ. ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന മാപ്പിൽ കാണിച്ചിരിക്കുന്ന മസ്റ്റ് സീ ലൊക്കേഷൻസിൽ ഒന്ന് ബാഡ് വാട്ടർ ബേസിൻ, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ആർട്ടിസ്റ്റ് ഡ്രൈവ്, സബ്രിസ്കി പോയിൻ്റ്, അതൊക്കെ നമ്മുടെ ലിസ്റ്റിലുള്ളതാണ്. മെസ്കിറ്റ് ഫ്ലാറ്റ്, സാൻഡ് ഡ്യൂൺസ്, ഡാൻഡസ് വ്യൂ, ഹാർമണി ബൊറാക്സ് വർക്ക്സ്, ഒബെഹെബി ക്രേറ്റർ, ചാർക്കോൾ ക്ലിൻസ്, ഫാദർ ക്രൗളി വിസ്റ്റ പോയിൻ്റ്. അത്രയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ലൊക്കേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി മാപ്പാണ്. ഇത്രയും ഇതുപോലെ നമ്മൾ മാപ്പ് വലിയ ബുക്കുകളായിട്ട് ഇതുപോലെ കിട്ടുമെങ്കിലും ഇത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ഇത് അടിപൊളിയായി. പിന്നെ നമ്മുടെ മാപ്പിൽ പറയാത്ത മെയിനായിട്ടുള്ളൊരു സ്ഥലം റേസ് ട്രാക്ക് പ്ലായ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു കല്ല് ഒരു മരുഭൂമിയിലൂടെ തനിയെ നീങ്ങിപ്പോയി അതിൻ്റെ ഒരു ട്രാക്ക് കാണിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ഫർണസ് ക്രീക്കിൻ്റെ അടുത്ത് തന്നെ സ്റ്റൗ പൈപ്പ് വെൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നമുക്ക് ഈ പറയുന്ന പോലെ മണ്ണ് റോട്ടിൽ കൂടെ പോയാലേ അത് കാണാൻ പറ്റുള്ളൂ. നമ്മളത് നമ്മുടെ ലിസ്റ്റിൽ ഇട്ടിരുന്നതാണ്. ഈ വണ്ടി കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അത് കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പോയി കാണാം. അതല്ലെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ അത് ഒഴിവാക്കേണ്ടി വരും. നമുക്ക് ഏകദേശം ഒരു 10ഓളം സ്ഥലങ്ങൾ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പോകാം. എന്താ ട്രിപ്പായിട്ട് വന്നിട്ട് ആൾക്കാർ മാപ്പൊക്കെ എടുത്ത് നോക്കി പോകാനുള്ള പരിപാടികൾ അങ്ങനെ കാണുമ്പോൾ രസമല്ലേ? ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ കാണുന്ന സ്ഥലം കേട്ടോ. ഇവിടെ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ടല്ലേ, ഒരു നാച്ചുറൽ പച്ചപ്പാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓ അതെ, ഇവിടെ ടെൻറ്റ് ക്യാമ്പിങ്ങിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിർത്താം. ക്യാമ്പിങ് ഏരിയ, ട്രെയിലേഴ്സ് പാർക്ക്. നമുക്കൊന്ന് കയറി. സോഷോൺ വാം സ്പ്രിങ്സ് പൂൾ, ഓവർനൈറ്റേഴ്സ് വെൽക്കം, വെരി ഗുഡ്. RV. അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാം കേട്ടോ. വാം സ്പ്രിംഗ് പൂൾ, ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വാം സ്പ്രിംഗ് പൂള്, അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത്. വെൽക്കം ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഓഫീസുണ്ട്. ഒരുപാട് ക്യാമ്പർ വാനുകൾ അവിടെ നിന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ടെൻ്റ് ഏരിയ ആണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്ന് നിൽക്കാൻ വേണമെങ്കില്ല. പിന്നെ നമുക്ക് അവിടെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇത്രയും വിശാലമായ സൗകര്യങ്ങളുണ്ടെന്ന് അറിയില്ലായിരുന്നു. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കൂളായിട്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്നുള്ളത് അറിയില്ലായിരുന്നു. എന്തായാലും ഇത്രയും അധികം പോകാതെ തന്നെ കുറച്ച് സൗകര്യങ്ങൾ ഇവിടെ ഉള്ളത് വലിയൊരു ഗുണമാണ്. വാം പൂള്, അതായത് ഇതാണ് പൂള്. അപ്പോൾ ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പൂളിൽ കുളിക്കാം. എന്താ ഇവിടെ ഒരു നാച്ചുറൽ പൂളുണ്ട് കേട്ടോ. വെറുതെ അല്ല, ഇവിടെ കുറച്ച് ചെടികളും മരങ്ങളൊക്കെ നിന്നിരുന്നേ. ഓ
എന്താ രസമില്ല മരുഭൂമിയുടെ നടുക്ക്. ഇത് ഓരോ RVs ആണ് പാർക്ക് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യായിരിക്കും. നമുക്ക് അവിടെ എവിടെയുണ്ട് സ്പോട്ട് ഉണ്ട്. ഇവിടെ പിന്നെ നെറ്റ്വർക്കിൽ പിന്നെ വിളിച്ച് വെച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകാനും പറ്റില്ല. കണ്ടോ, ചെറിയ ക്യാമറമാൻ ഒന്ന് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ റെന്റും കാര്യങ്ങളും എത്രയാണെന്നുള്ളത് ചെയ്യും. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ മിക്കവാറും ഇവിടെയൊക്കെ ഫില്ലായിപ്പോൾ, അതാണ് പ്രശ്നം. ഇവിടെ കണ്ടോ വലിയ മരങ്ങൾ ഇങ്ങനെ വെട്ടി നിർത്തോട്ടോ. ഇനി അതിൻ്റെ അകത്ത് ഇലയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നിൽക്കും. നമ്മുടെ നാട്ടിലുള്ള മരങ്ങളും ഈ ബിൽഡിങ്ങുകളിലേക്കും സ്കൂളിലേക്കൊക്കെ മറിഞ്ഞ് ഇടാറായ മരങ്ങളിലെ ഇങ്ങനെ വെട്ടി നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെട്ടിക്കളയുന്നതിന് പകരം വെട്ടി നിർത്തുവാണെങ്കിൽ മരങ്ങൾ പോകാതിരിക്കും. കണ്ടോ, നമ്മൾ നേരെ വന്ന റോഡിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം കേട്ടോ. ബാഡ് വാട്ടർ ബേസിൻ പോകാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് എടുക്കണം. നെക്സ്റ്റ് സർവീസ് ഇനി നമുക്കിതുപോലെ ഷോപ്പുകളൊക്കെ കിട്ടണമെങ്കിൽ 72 മൈൽ കഴിയണം കേട്ടോ. ബാഡ് വാട്ടർ 55 മൈലുള്ളൂ കേട്ടോ. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണോ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൂടെ ഇങ്ങനെ 2 പേര് പിന്നെ കുട്ടികൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ രസമാണ്, അടിപൊളിയാണ്. കുട്ടീസ് എന്താ ചെയ്യണ ഇവിടെ? നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഡെത്ത് വാലി നാഷണൽ പാർക്കിൻ്റെ ഒരു ബോർഡ് ഇവിടെ കാണാം. നമുക്ക് ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം. ഫോട്ടോ എടുക്കാനുള്ള പണിയിലാണ് കേട്ടോ. റെഡിയാണോ? ഓക്കെ, കുറച്ചുകൂടി ഇങ്ങോട്ട് ചേർന്ന് നിൽക്ക്, ലെഫ്റ്റിലേക്ക്. കുറച്ചും കൂടി അടുത്ത് കയറുന്നില്ലേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും? ആ ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണോ നിൽക്കോളൂ? നന്നായിട്ടേക്ക്. ഓക്കെ, ആ കഴിഞ്ഞു പോരെ. നമ്മുടെ വണ്ടി ഇത്ര വലിയ വണ്ടിയാണ്, എന്നാലും റോഷനിനെ കൊണ്ടൊന്ന് ഓടിപ്പിക്കാൻ കേട്ടോ. ധൈര്യം വരട്ടെ വലിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ട്. എങ്ങനെയുണ്ട്? സെറ്റായോ? ചാരി ഇരിക്കില്ല, കുറച്ച് സീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വയ്ക്കാം. അങ്ങനെ റോഷനി ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കൊള്ളാം, അടിപൊളി. യെസ്. എന്താണ് അവിടെ പ്രശ്നം? എന്താ പ്രശ്നം? എന്താണ് നീ ബാഡായിട്ട് പറഞ്ഞേ? ആ എന്താന്ന് പറ, എന്താ പറഞ്ഞ? ഒന്നുമില്ല. ഇതാണ് കേസ് എപ്പോഴും നമ്മുടെ വണ്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഫണ്ണ് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞാൻ ഡ്രൈവ് ചെയ്യായിരിക്കും, റോഷനി ഉറങ്ങുമായിരിക്കും. ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് ക്യാമറ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ തന്നെ കുറേ വണ്ടികളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓ, ഫർണസ് ക്രീക്ക് റോഡ് പോകും. അത് മറ്റേ എല്ലാം മറ്റേ ഓഫ് റോഡ് വണ്ടികളാണ് കേട്ടോ. ഓഫ് റോഡ് പോകുന്ന സ്ഥലമായിരിക്കും. നമ്മൾ 3000 അടി എലവേഷനിലായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 3000 അടി എലവേഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു 1000 അടി പോലും എലവേഷനിലാണെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഫ്ലാറ്റായിട്ടുള്ള ഏരിയ ആയിരുന്നു ഇവിടെ. കാണുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും നേരിട്ട് കാണാനായിട്ട് വളരെ ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ഥലങ്ങൾ. പാറക്കൂട്ടങ്ങൾ. ഞാനിപ്പോൾ സൈഡിലിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് എടുക്കുന്നതെന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടുപോകുന്നായിരുന്നു. നമുക്കിത് ഇത്രയും സൂം ചെയ്ത് നന്നായിട്ട് എടുത്താലേ നിങ്ങൾക്കത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ. ഇത് പല ഷേപ്പിലും പല കളറിലും ഉള്ള ഏരിയകളാണ്. ഒരു സൈഡിൽ ഒരു പിങ്ക് കളറാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക്, അങ്ങോട്ട് പോകുമ്പോൾ ഒരു ആഷ് കളറ്, അത് തന്നെ ഡാർക്കായിട്ടുള്ള ഒരു കറുത്ത കളർ, അതായത് ഉണ്ടോ, അങ്ങനെ പല രീതിയിലാണ് ഇത് കിടക്കുന്നത്.
തീരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ദൂരേക്കൊക്കെ ഇങ്ങനെ മലകളുടെ ഒരു വിസിബിലിറ്റി കൂടുതൽ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ? പക്ഷെ ഈ റോഡിലൊക്കെ വണ്ടികൾ വളരെ കുറവാണ് കേട്ടോ വരുന്നത്. ഒരു കണക്കിന് അതൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടികളിൽ ബാക്കിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഭയങ്കര സ്പീഡിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ നമ്മൾ ഒരു ആവറേജ് ഇവിടുത്തെ റോഡ് സ്പീഡിലും ആണ് പോകുന്നത്. വീണ്ടും നമുക്ക് ഐസായിട്ടുള്ളൊരു മൗണ്ടൻ കാണാം. അതിൻ്റെ താഴെ സാധാ മൗണ്ടൻ, പിന്നെ ഡെസേർട്ട് ഏരിയകൾ. അല്ല, നമ്മുടെ നേരെ ഒരു മൗണ്ടൻ. ഈ ഒരു വ്യൂവിലാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ആക്ച്വലി നമ്മുടെ മൊബൈലിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വളരെ ദൂരെയായിട്ടാണ് കാണിക്കുന്നത്. ഇതിലും കുറച്ചുകൂടി ക്ലോസറാണ് നമ്മൾ കാണുന്ന വ്യൂ. കാരണം അത്രയും ഹൈറ്റിലാണ് നമ്മുടെ മുൻപിൽ ഈ മല നിൽക്കുന്നത്. പലതരത്തിലുള്ള ധാതുക്കളാണ് കേട്ടോ ഈ കളർ മാറ്റത്തിന്റെ കാരണം. അപ്പോ ആ മല നമ്മളിപ്പോ എടുത്തോളൂ. ക്ലൗഡ്സിന്റെ മുകളില് നീ കരയണ എന്തിനാണ്? It's like crying, അല്ലേ ഇഷ? നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ച മല നല്ല ബ്യൂട്ടിയാണ്. റോഷി പറയുന്ന പോലെ ക്ലൗഡ്സിന്റെ മുകളിലാണ് അത് നിൽക്കുന്നത്. മല ഐസായിട്ട് നിൽക്കുന്നു. ഐഷ ബാബുച്ചിനെ കളിയാക്കണേ കാരണം ഇങ്ങനെ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ബാബുച്ചി MBA MBAയുടെ ഫുൾ ഫോം അറിയാമോ? എന്നാലും തപ്പി ബാബുച്ചി പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായേ. എന്താ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള് വാപ്പിച്ചിന്ന് കളിയാക്കാൻ പാടില്ല. Yeah, I know English. I know. പിന്നെ വെസ്റ്റ് സൈഡ് റോഡ് എന്ന് പറഞ്ഞൊരു ആരോ കാണാം നമുക്ക്. ഇതാ ഇതിൻ്റെ ഒരു വഴി പോകുന്നുണ്ട്. പിന്നെ ഇതാ അവിടെ നല്ല നിരപ്പായ സ്ഥലത്ത് നടുക്ക് ഇച്ചിരി ചോറ് കൂട്ടി വെച്ചേക്കണ ഈ ഒരു കുറച്ച് ചെറിയൊരു മല. യെസ്, കരിങ്കൽ കൂട്ടം. പൊട്ടിച്ചു വെച്ച കരിങ്കൽ ലോഡ് ചെയ്ത് വിടാനായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ വലിയ മലനിരകൾ, പിന്നെ നടുക്ക് കുറേ സ്പേസ്, അതിലൂടെയാണ് നമ്മുടെ റോഡ് പോകുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ വലിയ മലനിരകൾ. ഈ ഒരു വ്യൂവിലാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര ഹൈറ്റ് തോന്നാൻ ചാൻസ് ഇല്ല. കുറച്ച് മുമ്പൊക്കെ കണ്ടത് അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. മരുഭൂമിയുടെ നടുക്ക് ഒരു വെള്ളം. അടിപൊളി അല്ലേ? കുറേ ജീവജാലങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കും അതൊക്കെ. ഇതൊക്കെ പല രീതിയിലാണ് കേട്ടോ കല്ലുകൾ പൊടിഞ്ഞ് വന്ന് കിടക്കണം. ഇതൊക്കെ മിക്കവാറും മഴയത്തും വെള്ളം ഒക്കെ എന്തോരം കല്ലുകളാണ് പൊട്ടി വന്ന് കിടക്കുന്നതെന്നൊക്കെ. മിക്കവാറും മഴയത്തൊക്കെ വന്ന് ഒലിച്ച് വന്ന് കിടക്കുന്നതായിരിക്കും കേട്ടോ. മേളിൽ നിന്ന്, ഇതിൻ്റെ മേളിൽ നിന്നൊക്കെ വന്ന് ഫ്ലഡിലൊക്കെ വന്ന് കിടക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ മോർമോൺ പോയിൻ്റ് എന്ന് പറയുന്നൊരു ഏരിയയിലേക്ക് എത്തി കേട്ടോ. അതായത് നോക്കിയേ, നമുക്ക് ആ ഒരു സാൾട്ടിൻ്റെ ഇത് നന്നായിട്ട് കാണാം. മരുഭൂമിയുടെ ഇടയ്ക്ക് സാൾട്ട് അല്ലേ. ഇവിടുന്ന് ഇനിയും 22 മിനിറ്റ് ഉണ്ട്. 17 മൈലാണ് കാണിക്കുന്നത് നമ്മുടെ സാൾട്ട് വാട്ടർ ബേസിനിലേക്ക്, ബാഡ് വാട്ടർ ബേസിനിലേക്ക്. നല്ല രസമുണ്ട്. ആണോ? അതെയോ? ആണോ?
നീ ഉറക്കം വരണമെന്ന് എനിക്ക് സംശയമുണ്ട്. എൻജോയ് ചെയ്തിട്ട് ഉറങ്ങാൻ പറ്റോന്ന്. കാരണം നല്ല കാഴ്ചകളാണല്ലോ. ഓക്കെ. തന്നെയല്ല വേറെ വണ്ടികളുടെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതെ പോകുന്ന പോലെ ഉണ്ട്. മറ്റേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ സ്പീഡിൽ വണ്ടികൾ വരുമ്പോൾ നമുക്ക് പതുക്കെ പോകാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇവിടെ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാൻ പറ്റും. പക്ഷേ എന്നൊരു നമ്മൾ പതുക്കെയല്ല കേട്ടോ വേണം. നമ്മൾ റോഡ് ലിമിറ്റിനേക്കാളും ഒരു ഇത്തിരി കൂടെ സ്പീഡ് കൂട്ടിയാണ് പോകുന്നത്. നമ്മൾ ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ മലയുടെയും കളർ ഓരോന്നാണല്ലോ. അതായത് ഇവിടെ കുറച്ചുകൂടിയും ഒരു യെല്ലോയിഷ് കളറ് ഏരിയ കാണാം. അതിൻ്റെ മുകളിൽ തന്നെ ഡാർക്ക്, പിന്നെ ഒരു ക്ലൗഡിൻ്റെ കളർ അല്ലേ. പല രീതിയിലുള്ള കുറച്ച് മുമ്പ് നമ്മൾ ശരിക്കും ഒരു ചെമ്പിൻ്റെ കളർ കണ്ടിരുന്നു. വണ്ടിയൊക്കെ വരുന്നെങ്കിൽ ഒരു സാൾട്ട് വാട്ടർ, ഒരു ബാഡ് വാട്ടർ ബേസിൻ ഇവിടെയും കാണാം കേട്ടോ. നമ്മുടെ ഏരിയ അല്ല, പക്ഷെ എന്നാലും വൈറ്റ് കളറിൽ കാണാം. ഇതുപോലെ വൈറ്റ് കളറിൽ ഉപ്പ് കിടക്കുന്ന ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള അതല്ല ഈ സ്ഥലം, അതൊരുപാട് ഏരിയയിലുണ്ട്. മൈല് കണക്കിന് സ്ഥലമുണ്ടത്. ഇതുണ്ട് അവിടെ പിങ്ക് കളറാണ് കേട്ടോ. ഇതൊന്നും അല്ല പിങ്ക് കളർ, ഇതിലും ചെമ്പിന്റെ തനി ചെമ്പിന്റെ കളർ വേറെ ഉണ്ടായിരുന്നു. ഈ പാറയുടെ കളർ നോക്കി. നമ്മൾ ഈ കാണുന്നത് സാൾട്ട് വാട്ടർ ബേസിൻ കേട്ടോ. ഉപ്പാണ് കേട്ടോ കാണുന്നത്, വെളുത്ത് കാണുന്നത് ഉപ്പ് പാടം പോലെ. ഇത് പ്രകൃതിപരമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ആദ്യം അവിടെ നിന്നാണ് കണ്ടു തുടങ്ങിയത്. ഇവിടെ നിന്ന് ഇനി ഒരു 5 മൈൽ കൂടി നമുക്ക് പോകാനുണ്ട്. 7 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പം അത്രയും ദൂരത്തിൽ ഇതിങ്ങനെ കിടക്കുകയാണ്. ഇതാണ് സാൾട്ട് വാട്ടർ ബേസിൻ, അല്ലെങ്കിൽ ബാഡ് വാട്ടർ ബേസിൻ എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇത് ഈ വെള്ളം കുടിക്കാൻ കൊള്ളില്ലാത്തതുകൊണ്ടാണ് ബാഡ് വാട്ടർ എന്ന് പറയുന്നത്. ആ ഒരു പേരങ്ങനെ ഒന്നാണ്. നട്ടുവച്ചയ്ക്ക് ഭയങ്കര റിഫ്ലക്ഷനാണ് കേട്ടോ താഴെ നിന്ന് ആ ഒരു ലൈറ്റ്. ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് വണ്ടികൾ വന്നു തുടങ്ങി കേട്ടോ. വണ്ടികളുടെ വലിപ്പം നോക്കുക, നമ്മുടെ മലയുടെ വലിപ്പം നോക്കുക. അപ്പോഴാണ് നമുക്ക് മലയുടെ വലിപ്പം നിങ്ങൾക്ക് എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ. ഈ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വന്ന് അടിയുന്ന ഏരിയ ആണ് കേട്ടോ. അതാണ് ഈ ബേസിൻ എന്ന് പറയുന്നത്. നിരപ്പായിട്ടുള്ള അടിവാരമായിട്ട് കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ. വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നൊരു ഭയങ്കര ഹാർഡായിട്ടോ. തന്നെയല്ല ഒരുപാട് ഏരിയ. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞത് നിർമ്മിച്ച് വച്ചിരിക്കുന്ന പോലെയല്ലേ തോന്നുന്നത്. അങ്ങോട്ട് പോകുന്നതോറും ഫുള്ള് അതാണ്. മൈ ഗോഡ്. നമ്മൾ ആകാശം കാണുന്ന പോലെയാണ് ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ. അതല്ലെങ്കിൽ ഐസ് കിടക്കുന്ന പോലെ. എന്നാൽ നേരെ മറിച്ചത് ഐസ് അല്ല. നമ്മളിവിടെ എത്താറായിട്ട് അതെ ആളുകൾ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന കാണാം. നോക്കി. ഡ്രൈവിംഗ് ഓഫ് ഡെസിഗ്നേറ്റഡ് prohibited. ബാഡ് വാട്ടർ ഹാഫ് മൈൽ. യെസ്, ഇത് ആളുകൾ അതിലിറങ്ങി നിൽക്കുന്ന നോക്കി. ഫൈനലി നമ്മൾ ബാഡ് വാട്ടർ ബേസിനിൽ എത്തിയിരിക്കുകയാണ്. യെസ്, ഇതാണ് ആളുകൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് എടുത്തോ. സ്ലോ ഇൻഡിക്കേറ്റഡ് ആണ്.
ഓപ്പണിങ് കണ്ടില്ലേ? അതൊക്കെ ഇവിടെ ക്യൂ ഉണ്ടല്ലോ ആൾക്കാർ. അതൊക്കെ എടുത്താ റൈറ്റ് എടുത്താ ഇവിടെ ഇടാൻ പറ്റുമോ? പക്ഷെ എൻ്റെ ഇത് വെച്ചിട്ട് അവരിവിടെ എത്തിയ നമ്മൾ ആദ്യം കണ്ട ആളുകൾ ഇവിടെ എത്തിയിട്ടോ. ഇത് 1 വേ ആണെന്ന് സംശയം. നമ്മൾ അതിലെ കയറണമെന്ന് സംശയമുണ്ട്. നമ്മൾ ഡ്രൈവിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, റോഷനി പറഞ്ഞ പൊട്ടിത്തെറികളില്ലാതെ ഡ്രൈവിംഗ് കംപ്ലീറ്റ് ചെയ്തെന്നിട്ട് പറയണേ. കാരണം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇച്ചിരി വഴക്കുറേണ്ടി വരും. ഇന്നിപ്പോൾ നല്ല അടിപൊളി ഡ്രൈവിംഗ് ആയിരുന്നു. വലിയ വണ്ടിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഓടിച്ചു. അതായത് ഉണ്ട് നമ്മളെത്തി. ഇനി ബാഡ് വാട്ടർ ബേസിനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുന്നേ? എവിടെ വന്നിരിക്കുന്നേ? ബാഡ് വാട്ടർ ബേസിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഡ് വാട്ടർ ബേസിനിൽ വന്നിരിക്കുകയാണ്.